ഈ ജോലി രാജിവെക്കേണ്ടി വന്നാലും സ്വിസിന്ന് പോവാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ എന്റെ പ്രഗ്നൻസി ടൈമില് ഡെലിവറിന്റെ തലേ ദിവസം വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടാണ് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഈ ടൈമിൽ 9 മാസമായി 8 മാസമായി ഈ സമയത്ത് എന്തിനാ ഇത്രയും നേരം ഇരുന്ന് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പൈസ ഉണ്ടാവും, ഹസ്ബൻഡിന്റെ അടുത്ത് പൈസ ഉണ്ടാവും. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ക്യാഷ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 500 രൂപയാണെങ്കിലും അത് ഉണ്ടാവാന്ന് വെച്ചാൽ ഭയങ്കര ഒരു തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അതിപ്പോ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു 1 hour അല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്വിസിൽ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് സിസേറിയൻ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു 2 months എങ്ങാണ്ട്, മെന്റേഴ്സിന് അറിയായിരിക്കും, 2 months എങ്ങാണ്ട് അതൊന്നും ഞാൻ ബ്രേക്ക് എടുത്തിട്ടുള്ളൂ. വീണ്ടും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള ജോബ് ഇത് എനിക്ക് എപ്പോഴും തോന്നുന്നു ഇതൊരു സ്ഥിരമായിട്ടുള്ള ജോബാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം വേറെ എന്ത് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ജോബായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും ഹസ്ബൻഡും മോൻ 1.5 വയസ്സായിട്ടുള്ളൂ. ഞങ്ങൾ 3 പേരാണ് ഇപ്പൊ വയനാട് ഒരു വീട് എടുത്തിട്ട് നിൽക്കുന്നത്. ഈ വർഷമാണ് എനിക്ക് വയനാട്ടിലോട്ട് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ എല്ലാരടുത്തും എന്താ പറയാ താങ്ക്സ് പറയുന്ന കൂട്ടത്തില് ഹസ്ബൻഡിനും കൂടെ. കാരണം ഇപ്പം ആള് എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, വയനാട് വന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചെറുതായപ്പോ ഞാൻ പറഞ്ഞില്ല 2-3 മാസമായപ്പോ തൊട്ട് ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഹസ്ബൻഡാണ് ആ സമയത്ത് ഇവനെ നോക്കുക.